കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഈ ദേശത്തായിരിക്കുന്ന ഇവർക്ക് ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ സ്തോത്രം. By the rivers of Babylon, every sat down, everywhere, when we remembered Zion. By the rivers of Babylon, every sat down, everywhere, when we remembered Zion. Let the wicked carry us away to captivity, fire from us a song. Now how shall we sing a loud song in a strange land? When the wicked carried us away to captivity, required from us a song. Now how shall we sing the Lord's song in a strange land? By the rivers of Babylon, there we sat down, yeah, we wept when we remembered Zion. Let the words of our mouth and the meditation of our heart be acceptable in thy sight here tonight. Let the words of our mouth and the meditation of our heart be acceptable in thy sight here tonight. By the rivers of Babylon, there we sat down, there we wept, and we remembered Zion. കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ആറ്റിൽ ദേശത്തായിരിക്കുന്ന ഇവർക്ക് ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ സ്തോത്രം. സഹോദരങ്ങളെ, ബൈബിൾ പ്രകാരം പറയുന്നു, മനുഷ്യർക്ക് ഏവർക്കും ഒരിക്കൽ മരണവും പിന്നെ ഒരു ന്യായവിധിയും ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനാണ് അഖിലാണ്ടത്തിന്റെ ഉടയവനും ലോകത്തിന്റെ വെളിച്ചവുമായ യേശുക്രിസ്തു സ്വർഗത്തിലെ മഹിമകളെ വെടിഞ്ഞുകൊണ്ട് ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്നു. മനുഷ്യനായി ജന്മമെടുത്തു. കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തു വീണ്ടും തന്റെ വിശുദ്ധന്മാരെ ചേർത്തുകൊള്ളുവാൻ യേശുക്രിസ്തു വീണ്ടും വരാൻ പോകുകയാണ്. സഹോദരങ്ങളെ, ബൈബിൾ പ്രകാരം പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരത്രേ. സഹോദരങ്ങളെ, ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അഭിമാനം കൊള്ളുന്ന ഈ കൊച്ചു കേരളത്തിലെ ദൈവത്തിന്റെ പ്രജകളെ എവിടെ നോക്കിയാലും കാണുവാൻ കഴിയുന്നത് പ്രൈസലോ സ്ത്രീ പീഡനങ്ങളും കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതും പ്രൈസലോ കൊലപാതകങ്ങളും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യൻ പ്രൈസലോ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം പ്രാപിക്കേണ്ടതിന് യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ സകല മനുഷ്യരും നിന്നെ മതിവരുകയുള്ളൂ. ഒരു വ്യക്തിക്ക് പോലും മറഞ്ഞിരിക്കാൻ സാധ്യമല്ല. സഹോദരങ്ങളെ, സകല മനുഷ്യർക്കും മരണശേഷം ഒരു ജീവിതമുണ്ട്, ന്യായവിധിയുണ്ട്. ഈ ന്യായവിധി എന്നുള്ളത് ബൈബിൾ പ്രകാരം പറയുന്നു, സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ മാനസാന്തരപ്പെടുവാൻ മനുഷ്യൻ ഈ ഭൂമിയിൽ ധാരാളം അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. മനുഷ്യൻ പാപ വഴികളെ വിട്ടൊഴിഞ്ഞ് ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനാണ് ഈ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. ബൈബിൾ പ്രകാരം പറയുന്നു, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിച്ച ദൈവത്തിന്റെ കുഞ്ഞാടാകുന്നു ഈ യേശുക്രിസ്തു. വീണ്ടും ബൈബിൾ പറയുന്നു, സത്യ വെളിച്ചമാകുന്ന യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. എങ്കിലും മനുഷ്യൻ സത്യ വെളിച്ചമാകുന്ന യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ദൈവമായി ആരാധിക്കാതെ ഇരുളിന്റെ ശക്തിയെ ദൈവമായി വണങ്ങുന്നു. സഹോദരങ്ങളെ, ഇരുളിന്റെ ശക്തി ഈ ലോക
വന്നത് മനുഷ്യനെ അറുപ്പാനും മുറിപ്പാനും മോഷ്ടിപ്പാനും അത്രേ. ഇന്ന് വാർത്താ ചാനലുകൾ തുറന്നു നോക്കിയാൽ എവിടെയും കാണുവാൻ കഴിയുന്നത് മനുഷ്യന്റെ ജീവിതങ്ങളെ അറുത്തും മുടിച്ചും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതാ. സഹോദരങ്ങളെ, ബൈബിൾ പ്രകാരം പറയുന്നു, മാതാപിതാക്കളെ അനുസരിക്കാത്തവന്റെ കണ്ണിനെ തോട്ടരികത്തെ കാക്ക കുത്തിപ്പറിക്കുമെന്ന്. അപ്പനെയും അമ്മയും അനുസരിക്കാത്ത മക്കളെ കേരളത്തിൽ പഠിക്കാൻ പോകുന്ന ചെറുപ്പക്കാർ മക്കളാ ഏറ്റവും കൂടുതൽ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ബൈബിൾ പ്രകാരം പറയുന്നു, വഴിയിൽ വെച്ച് നീ പട്ടുപോകാതിരിക്കേണ്ടതിന് പുത്രനാകുന്ന യേശുക്രിസ്തുവിനെ ചുംബിച്ചു കൊള്ളുക. സഹോദരങ്ങളെ, ബൈബിൾ ദൈവത്തിന്റെ വചനം പ്രകാരം പറയുന്നു, സകല മനുഷ്യർക്കും പാപം ചെയ്ത് ദൈവിക തേജസ് നഷ്ടപ്പെട്ടു. മനുഷ്യൻ പാപിയായി തീർന്നു. പാപിയായി തീർന്ന മനുഷ്യ നിന്നെ രക്ഷിക്കുവാനാണ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപത്തെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തം സകല മാനവകുലത്തെയും രണ്ടാം മരണമാകുന്ന അഗ്നിനരകം തീപ്പൊയ്കയിൽ നിന്നും മോചിപ്പിക്കുന്ന ഏകരക്തമാണ് യേശുക്രിസ്തുവിന്റെ രക്തം. സഹോദരങ്ങളെ, ലോകത്തിലെ മനുഷ്യൻ പറയുന്നു, മരിച്ച ശേഷം കർമ്മങ്ങൾ ക്രിയകൾ നടത്തിയാൽ മരിച്ചവന്റെ ആത്മാവിന് ശാന്തി കിട്ടുമെന്ന്. എന്നാൽ ബൈബിൾ പറയുന്നു, മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രതിഫലം പ്രാപിക്കേണ്ടതിന് യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ സകല മനുഷ്യരും നിന്നെ മതി വരികയുള്ളൂ. സഹോദരങ്ങളെ, സകല മനുഷ്യരും യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരുമെന്ന് ബൈബിൾ പറയുന്നു. ഒരു വ്യക്തിക്ക് പോലും മറഞ്ഞിരിക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, ഈ ലോകത്തിൽ കോടതിയുണ്ട്. കോടതിയിൽ ശിക്ഷ വിധിക്കുന്നത് സാക്ഷി വിസ്താരമുണ്ട്. സഹോദരങ്ങളെ, തെറ്റ് ചെയ്യുന്നവരെ ഇവിടുത്തെ CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ വെച്ച് കോടതി കുറ്റം വിധിക്കാറുണ്ട്. ഇതുപോലെ ബൈബിൾ വചനം പറയുന്നു, യേശുക്രിസ്തുവിന്റെ അഗ്നിജ്വാലിക്കുന്ന കണ്ണുകൊണ്ട് സകല മനുഷ്യരെയും കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ സകല മനുഷ്യരെയും ദൈവം നോക്കിക്കൊണ്ടേയിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ ലോകത്തിൽ മനുഷ്യന്റെ രോഗങ്ങളെ, ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ കണ്ടുപിടിക്കുവാൻ, രോഗം കണ്ടുപിടിക്കുവാൻ ഇവിടെ സ്കാനിംഗ് മെഷീൻ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ബൈബിൾ വചനം പറയുന്നു, പ്രൈസ് ദി ലോർഡ്, എബ്രായ ലേഖനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അത് ഇരുവായ്ത്തലയുള്ള ഏതൊരു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിബദ്ധകളെയും മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ മനുഷ്യനെ സ്കാനിംഗ് ചെയ്യുന്നതാണ് ദൈവത്തിന്റെ വചനം. സഹോദരങ്ങളെ, ഒരു വ്യക്തിക്ക് പോലും മറഞ്ഞിരിക്കാൻ കഴിയില്ല എന്ന് പറയുവാൻ കാരണം അതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിന്റെ വചനം മനുഷ്യനെ വിടുവിക്കുവാൻ, മനുഷ്യനെ അനുസരിക്കുവാനാണ് ഈ ദൈവത്തിന്റെ വചനം മനുഷ്യന് നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ബൈബിളിനെ കുറിച്ച് ബൈബിൾ തന്നെ പറയുന്നു, സകല മനുഷ്യർക്കും ഈ ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ സകല മനുഷ്യർക്കും അനുസരിക്കുവാൻ ദൈവം നൽകിയ നിയമ പുസ്തകമാണ് ബൈബിൾ എന്നുള്ളത്. ബൈബിൾ ഒരു ക്രിസ്ത്യാനിയുടെ മതഗ്രന്ഥമല്ല. സഹോദരങ്ങളെ, ഈ ബൈബിൾ എന്നുള്ളത് സകല മനുഷ്യർക്കും അനുസരിക്കുവാൻ, അത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ ജൈനനെന്നോ ബുദ്ധനെന്നോ നിരീശ്വരവാദിയെന്നോ ഒരു വ്യത്യാസവും ഇല്ല. സകല മനുഷ്യർക്കും അനുസരിക്കുവാൻ ദൈവം നൽകിയ നിയമ പുസ്തകമത്രേ ഈ ബൈബിൾ എന്നുള്ളത്. സഹോദരങ്ങളെ, യേശുക്രിസ്തു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, സകല മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന ദൈവത്തിന്റെ കുഞ്ഞാടത്രേ ഈ യേശുക്രിസ്തു. സഹോദരങ്ങളെ, ലോക മനുഷ്യൻ പറയും ഇത് ക്രിസ്ത്യാനിയുടെ മത നേതാവെന്ന്. പക്ഷേ യേശുക്രിസ്തു ഒരു ക്രിസ്ത്യാനിയുടെയോ ഒരു സംഘടനയുടെയോ
യേശുക്രിസ്തു തന്നെ ഇപ്രകാരം പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. സഹോദരങ്ങളെ, ഈ ലോകത്തിലെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ നേതാവാണ് യേശുക്രിസ്തു. യേശു പറഞ്ഞത്, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, വേദനപ്പെടുന്നവരെ എന്റെ അടുക്കലേക്ക് വരുവീൻ. വീണ്ടും യേശു പറഞ്ഞു, ഹൃദയം നുറുങ്ങിയവർക്ക് യേശുക്രിസ്തു സമീപസ്ഥനത്രേ. മനസ്സ് തകർന്നവരെ യേശുക്രിസ്തു രക്ഷിക്കുന്ന ദൈവമാണ്. സഹോദരങ്ങളെ, ഹൃദയം നുറുങ്ങി വേദനപ്പെട്ട് ഭാരങ്ങളിൽ ചുമന്ന് ഇറക്കി വെക്കുവാൻ ഒരിടമില്ലാതെ വേദനപ്പെടുന്നവരോട് യേശുക്രിസ്തു പറയുകയാണ്, നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തിക്കൊള്ളാമെന്ന് യേശുക്രിസ്തു പറയുകയാണ്. സഹോദരങ്ങളെ, ഈ യേശുക്രിസ്തു വെറും വാക്കല്ല പറയുന്നത്. വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് യേശുക്രിസ്തു. പറയുന്ന വാക്ക് അതുപോലെ ചെയ്തവനാണ് യേശുക്രിസ്തു. ഒരിക്കൽ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിക്കുകയാണ്, നല്ല ഗുരു, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യേശുക്രിസ്തു അവനോട് പറഞ്ഞു, നീ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാം. അവൻ ചോദിക്കുകയാണ്, അവൻ ഏവ? യേശു പറഞ്ഞു, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത്, കൂട്ടുകാരന്റെ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ ആടുകൾ പോകരുത്. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, മനുഷ്യൻ ബൈബിൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബൈബിൾ പ്രകാരം പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ നാശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരത്രേ. മൃഗം തോന്നുമ്പോൾ അതിനറിയില്ല, മൃഗത്തിന് അതിന്റെ അച്ഛനെയോ അമ്മയെയോ കൊച്ചുമക്കളെയോ ഒന്നും മൃഗത്തിന് തിരിച്ചറിവില്ല. ഈ മൃഗം അത് എന്തും ചെയ്യും. ഇതുപോലെയോ ഇന്നത്തെ മനുഷ്യൻ കൊച്ചുമക്കളെ പീഡിപ്പിക്കുന്നു, അരികൊല ചെയ്യുന്നു, സ്നേഹിക്കുന്ന ഭാര്യയെ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് തോന്നും പോലെ പോകുന്നു. മൃഗമാ തോന്നും പോലെ ജീവിക്കുന്നത് മനുഷ്യ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു പുരുഷൻ ഒരു സ്ത്രീയാണ് ദൈവം തുണയായിട്ട് കൊടുത്തത്. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെയും. ഇന്ന് ലോകത്തിൽ നോക്കിയാൽ സ്ത്രീ സ്ത്രീയെയും പുരുഷൻ പുരുഷനെയും ആധമമാകുന്ന പാപപ്രവർത്തിക്ക് ഉപയോഗിക്കുന്നു. സഹോദരങ്ങളെ, ഇന്നത്തെ പദ്ധതിയുണ്ട് പാർലമെന്റ് കമ്മീഷൻ, പാർലമെന്റ് സമിതിക്ക് ശുപാർശ ചെയ്തു അവിഹിത ബന്ധക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന്. സഹോദരങ്ങളെ, എത്രമാത്രം കുടുംബ ബന്ധങ്ങളാ ഈ കേരളത്തിൽ മാത്രം തകർക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യനെ ദൈവമാണ് കുടുംബം കൊടുക്കുന്നത്. സഹോദരങ്ങളെ, ദൈവം കൂട്ടിയോജിപ്പിച്ച കുടുംബ ബന്ധങ്ങളെ തകർത്തെറിയുന്നത് പിശാചാകുന്ന സാത്താന്റെ പ്രവൃത്തിയാ. ആരെങ്കിലും കുടുംബ ബന്ധങ്ങളെ തകർത്തെറിയുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ വചനം പറയുന്നു, ലൂസിഫറാകുന്ന സാത്താന്റെ അവന്റെ 33 സൈന്യം മനുഷ്യനെ അറുപ്പാനും മുടിപ്പാനും ഒഴിപ്പാനുമാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ഇന്ന് എവിടെ നോക്കിയാലും മനുഷ്യന്റെ ജീവിതം തകർത്തെറിയുന്നു. സഹോദരങ്ങളെ, ഈ ദൈവത്തിന്റെ വചനം പറയുന്നു, അക്ഷയനായ ദൈവത്തിന്റെ രൂപത്തെ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി, പറവജാതി, കല്ല്, മുള്ള് ഇവയുടെ രൂപസാദൃശ്യമാക്കി മനുഷ്യൻ മാറ്റിക്കളഞ്ഞു. സഹോദരങ്ങളെ, അക്ഷയനായ ദൈവം, ക്ഷയമില്ലാത്തവൻ, അളമില്ലാത്തവൻ, ആത്മാവാകുന്ന ദൈവം, ഈ ദൈവം സത്യവെളിച്ചം, സമാധാന പ്രഭു. ബൈബിൾ ഇരമ്യ പ്രവചനം പറയുന്നു, ജീവന്റെ ഉറവയാകുന്ന യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവന്റെ പേര് നശിച്ചു പോകുന്ന ഈ ഭൂമിയിൽ കത്തിച്ചാരമായി തീരുന്ന മൂലപദാർത്ഥങ്ങൾ അഴിഞ്ഞു മാറുന്ന ഈ ഭൂമിയിൽ ദൈവം എഴുതി വെക്കുമെന്ന്. സഹോദരങ്ങളെ, വീണ്ടും ബൈബിൾ പറയുന്നു, സ്വർഗത്തിലെ ദൈവത്തിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും ദൈവം തീപ്പൈകൾ തള്ളിയിടും. ഈ തീപ്പൈക രണ്ടാമത്തെ മരണമത്രേ. സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ വെച്ചുള്ള മരണം അതാണ് ഒന്നാമത്തെ മരണം. രണ്ടാമത്തെ മരണം അത് അഗ്നിനരകം തീപ്പൈകയാ. ഈ നരകമാകുന്ന തീപ്പൈകയിൽ നിനക്ക് പോകണമോ അതോ
മുകളിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് മനുഷ്യനും മരിച്ചാൽ മോക്ഷലോകത്തെത്തുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഏക വഴിയ യേശു ക്രിസ്തു. അല്ലാതെ മരിച്ച ശേഷം കർമ്മക്രിയ നടത്തി ആത്മീയത്വ നേർച്ചകൾ സമർപ്പിച്ചു ഒരിക്കലും മോക്ഷലോകത്തെത്തില്ല. സഹോദരങ്ങളെ, യേശു ക്രിസ്തു പ്രകാരം പറഞ്ഞു, ഒരു ധനവാൻ ഒരു ലാസർ, ഈ രണ്ടുപേരും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിച്ചിരുന്നു. ഈ ധനവാൻ ദിനം പ്രതി 10 വസ്ത്രങ്ങൾ ധരിച്ചു സുഖലോലുപനായി ജീവിച്ചു. അവന്റെ വീട്ടിന്റെ സമീപേ ഭിക്ഷക്കാരനായി ശരീരത്തിൽ വ്രണങ്ങൾ ബാധിച്ചു വേദനപ്പെട്ടു കരഞ്ഞ് മുറങ്ങി ആരെങ്കിലും കളയുന്ന ഈ എച്ചിൽപറക്കി കഴിക്കുന്നവനായിരുന്നു ലാസർ. അവൻ മരിച്ചു. നേരെ പോയി അവൻ മോക്ഷലോകത്തേക്ക്. വീണ്ടും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ധനവാനും മരിച്ചു. അവൻ നേരെ പോയി നരകത്തിലേക്ക്. ഈ ധനവാൻ നരകത്തിൽ കിടന്നുകൊണ്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ തന്റെ വീട്ടിന്റെ സമീപേ ഭിക്ഷക്കാരനായിരുന്ന ലാസർ സ്വർഗത്തിൽ സന്തോഷിക്കുന്നു. താനോ നരകത്തിൽ കിടക്കുന്നു. ഇവൻ അവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കുക, അബ്രാപിതാവേ, ഈ തീജാലയാൽ എന്റെ നാവ് വരുന്നേ, ദേഹം പോലുന്നേ, പുഴു കടിക്കുന്നേ, അത്ത കടിക്കുന്നേ, പാമ്പ് കടിക്കുന്നേ, ഒരിച്ചു വെള്ളം തരണേ. സഹോദരങ്ങളെ, അത്തയും പാമ്പും പഴുതാരയും മയിലും പശുവും ഇതൊന്നും ദൈവമല്ല. ഇതൊക്കെ മനുഷ്യന് ആഹാരം കഴിക്കുവാൻ മനുഷ്യന് വേണ്ടി ദൈവം ഉണ്ടാകട്ടെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ മൃഗങ്ങളും പക്ഷികളും പർവ്വതാരങ്ങളും അത്രേ. ആകയാൽ സഹോദരങ്ങളെ, പാമ്പിനെയും പശുവിനെയും മയിലിനെയും പട്ടിയൊക്കെ ദൈവമായി വണങ്ങിയ അക്ഷയനായ ദൈവത്തിന്റെ രൂപത്തെയോ മൃഗങ്ങളോട് ഉപമിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ സകല മനുഷ്യരും നിൽക്കേണ്ടി വരും. അപ്പോൾ അയ്യോ യേശുവേ, ഞാൻ അറിഞ്ഞില്ലോ, എന്നോടാരും പറഞ്ഞില്ല, നീ നിലവിളിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, സ്വർഗ്ഗത്തിലെ ദൈവം പറയും, ശാപിക്കപ്പെട്ട അഹങ്കാരികളെ, എന്നെ വിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ അഗ്നിനരകത്തിലേക്ക് പോകുവീനെന്ന് ദൈവം കൽപ്പിക്കുമ്പോൾ നരകത്തിന്റെ കവാടം തുറക്കും. സകല ദുഷ്പ്രവർത്തിക്കാരും സകല മന്ത്രവാദികളും ശുദ്രക്കാരന്മാരും വിമാരാധികളും സകല ദുഷ്ടന്മാരും സകല സ്ത്രീ പീഡകന്മാരും ഭാര്യയെ കളഞ്ഞിട്ട് തോന്നിയാസം പോലെ ജീവിക്കുന്ന സകല പുരുഷന്മാരും സകല സ്ത്രീകളും ഈ നരകത്തിലേക്ക് പോകേണ്ടി വരും. ബൈബിൾ വചനം പറയുന്നു, ഈ നരകത്തിലെ തീ കെടുന്നില്ല, പുഴുച്ചാകുന്നില്ല, ഈ അഗ്നി നരകം. സഹോദരങ്ങളെ, ഈ സുവിശേഷം കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇത്തിരി ദേഷ്യം വന്നു വരും. പല്ലി കടിച്ചിരുന്നു, അടുത്തൊന്ന് കെട്ടിയിരുന്നെങ്കിൽ ഒന്ന് ആടിന് ശരിയാക്കാന്ന് വിചാരിക്കും. പക്ഷെ ദൈവത്തിന് വചനം പറയുന്നു, നിന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ തിരിച്ചറിയുന്നവനായി യേശു ക്രിസ്തു. അത് മറന്നു പോകണ്ട. കാരണം സഹോദരങ്ങളെ, ഈ യേശു ക്രിസ്തു ദൈവം, യേശു ക്രിസ്തു രക്തധാരിയായി മുൾക്കിരീടം ചാർത്തപ്പെട്ടവനായി സകല മാനവകുലത്തിനു വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ഒഴുക്കിയവനായി യേശു. അതെന്തിനെന്നറിയുമോ? നിന്റെ പാപക്കര കഴുകാനോ യേശു ക്രിസ്തു രക്തം കഴിഞ്ഞത്. മറന്നുപോകേണ്ട സഹോദരങ്ങളെ, ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം, ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം, ഈ കാണുന്നതെല്ലാം മായ. സഹോദരങ്ങളെ, ഈ ലോകത്തിൽ കണ്ണിന് കാണുന്നതൊക്കെ മായ. ഇന്ന് മുതൽ നാളെ കാണുന്ന വെറും പൂക്കളെ പോലെ മാത്രമേ ഉള്ളൂ മനുഷ്യ നമ്മുടെയൊക്കെ ജീവിതം. ഈ അല്പനേരത്തെ കുറച്ചു കാലത്തേക്കുള്ള ഈ ജീവിതത്തിന് വേണ്ടി എന്തിനോ മറ്റുള്ളവരെ കൊല്ലുന്നത്, അടുത്തവന്റെ അതിരുമാറ്റുന്നത്, എന്തിനാ വസ്തു തട്ടിക്കുന്നത്, പാവങ്ങളെ കൊല്ല ചെയ്യുന്നത്. ബൈബിൾ പ്രകാരം പറയുന്നു, മദ്യപാനി ചാരായം കുടിക്കുന്നവരെ ഒരിക്കലും മോക്ഷലോകത്തെത്താൻ കഴിയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ചാരായം സകലവിധ ദോഷത്തിനും കാരണമായി തീരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർ വാപത്തി ഒന്ന് ചിരിക്കും. ചിരിച്ച്
പാപത്തിലേക്ക് പോകും. സഹോദരങ്ങളെ, ചാരായം സകലവിധ ദോഷത്തിനും കാരണമായി തീരുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, കുടിച്ചാൽ നീ മുടിയോ മാത്രമല്ല, അസ്ഥികൾ ചാമ്പലായി വളമായി മാറിയിടുമേ. കുടിച്ചാൽ നീ മുടിയോ മാത്രമല്ല, അസ്ഥികൾ ചാമ്പലായി വളമായി മാറിയിടുമേ. കുടിച്ചാൽ നീ ഭാര്യമാരോടു നീളെ തെണ്ടി നടന്നിടുമേ. സന്താന പരമ്പരകൾ വഴിയിൽ അസ്തമിക്കും. സഹോദരങ്ങളെ, ചാരായം കുടിച്ചാൽ കുടുംബബന്ധങ്ങൾ നാശിക്കാനിടവരും. തലമുറകൾ പാപത്തിന് അടിമയായി മാറും. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിന്റെ വചനം പറയുന്നു, പ്രൈസ് ദി ലോർഡ്, മനുഷ്യ നിന്റെ നന്മതിന്മകളെ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഈ യേശുക്രിസ്തുവിന്റെ വചനത്തെ നീ അനുസരിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നു, സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ വചനം, ഈ വചനത്തെ നിന്റെ ഹൃദയത്തിൽ നീ സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം യേശുക്രിസ്തു പ്രകാരം പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ മോക്ഷലോകത്തിൽ എത്തുവാൻ കഴിയുകയില്ല. മനസ്സിലായോ? നീ ദേശമേ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനായി ദൈവമായി സ്വീകരിച്ച് വെള്ളത്തിലിറങ്ങി സ്നാനമേറ്റ് ദൈവമക്കളായി ജീവിച്ചാൽ നിന്റെ പേർ മോക്ഷലോകത്തിൽ യേശുക്രിസ്തു ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കും. ബൈബിൾ പ്രകാരം പറയുന്നു, സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും ദൈവം തീപ്പൈകൾ തള്ളിയിടും. ഈ തീപ്പൈക രണ്ടാമത്തെ മരണം. സഹോദരങ്ങളെ, നിങ്ങൾ പറയും, ഓ വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാ. ഇത് പണിയില്ലാഞ്ഞിട്ടല്ല. നീ മരിച്ചാൽ നരകത്തിൽ തീക്കത്ത് പോയാൽ പിന്നൊരു മോചനമില്ലെന്നേ. നിന്റെ മനസ്സോ കർമ്മക്രിയ നടത്തി അങ്ങ് മണ്ണയിലോട്ട് കയറ്റിവിടാമെന്ന് ആര് വിചാരിക്കുന്നു? ദൈവം ഒറ്റ നിയമമേ വെച്ചിട്ടുള്ളൂ. അതാണ് യേശുക്രിസ്തു. രക്ഷിക്കപ്പെടുമ്പോൾ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ച് നീ നരകത്തിൽ പോകാതിരിക്കാൻ, നീ രക്ഷ പ്രാപിക്കാൻ ഒറ്റ നിയമമാണ്. അതാണ് യേശുക്രിസ്തു. സഹോദരങ്ങളെ, യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ഒരു വ്യക്തിക്ക് പോലും മോക്ഷലോകത്തെത്താൻ പിതാവിന്റെ രാജ്യത്തിൽ കടക്കാൻ കഴിയില്ലെന്ന്. സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പ്രകാരം പറയുന്നു, രക്ഷിക്കപ്പെടുന്നവരെ ദീനോപ്രാതി സ്വർഗ്ഗത്തിലെ ദൈവം സഭയാകുന്ന ദൈവത്തിന്റെ തോട്ടത്തിലേക്ക് ചേർത്തുകൊണ്ടേയിരിക്കുന്നു. സഹോദരങ്ങളെ, ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഇതാ പഴയത് കഴിഞ്ഞു എന്ന് പഴയ പാപ സ്വഭാവം യേശുക്രിസ്തു നിന്റെ ഉള്ളത്തിലേക്ക് നീ സ്വീകരിച്ചോൾ. നിന്റെ പഴയ ദുഷ്ടത, ചതി, വഞ്ചന, മന്ത്രവാദം, ക്ഷുദ്രപ്രയോഗം, വിമാരാധന, സ്ത്രീ പീഡനം, കൊച്ചുങ്ങളെ പീഡ, ചാരായം, സിഗരറ്റ്, കഞ്ചാവ്, സകല ദുഷ്ടതയും സകല ദുർമാർഗങ്ങളും നീ വിട്ടുകഴിഞ്ഞ് ഈ സത്യവെളിച്ചമാകുന്ന യേശുക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ നീ സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ചാൽ മാത്രമേ മോക്ഷലോകത്തെത്താൻ പറ്റൂ. മോക്ഷലോകം യേശുക്രിസ്തു ഭരിക്കുന്ന രാജ്യമാണ്. ബൈബിൾ 23 പറയുന്നു, സ്വർഗ്ഗത്തിലെ ദൈവം വസിക്കുന്ന മന്ദിരമാണ് മനുഷ്യ. നിന്റെ ഹൃദയം, നിന്റെ ശരീരത്തിലാ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന മന്ദിരമാണ് മനുഷ്യന്റെ ശരീരം. ഈ ശരീരത്തിൽ മനുഷ്യന്റെ ഹൃദയത്തിലാ ദൈവം വസിക്കുന്നത്. ബൈബിൾ മത്തായിയുടെ സൂചന പറയുന്നു, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടൂ. ഹൃദയശുദ്ധി ഉണ്ടെങ്കിലേ നിന്റെ ഹൃദയത്തിൽ ദൈവം വസിക്കുകയുള്ളൂ. അല്ലാതെ നീ വിചാരിക്കും, ഓ ഞാനും ദൈവത്തെ വണങ്ങുന്നത്. പക്ഷേ അത് ഇരുളിന്റെ ശക്തിയാ. ഇരുളിന്റെ ശക്തിയാകുന്ന സാത്താൻ, ലൂസിഫർ, ദൈവം എന്ന് പറഞ്ഞു വണങ്ങി ചാരായവും കച്ചവടം ചെയ്തു, സിഗരറ്റ് കച്ചവടം ചെയ്തു, കഞ്ചാവ് കച്ചവടം ചെയ്തു, കൊച്ചുങ്ങളെ പീഡിപ്പിച്ച്, ഭാര്യയെ സ്നേഹിക്കാതെ, ഭർത്താവിനെ അനുസരിക്കാതെ, സ്നേഹിക്കാതെ തോന്നിയാസ ജീവിതം നയിക്കുന്ന ഏത് സ്ത്രീകൾ പുരുഷന്മാരുണ്ടോ, നിന്റെ ഹൃദയത്തിൽ
ആകയാൽ ഇന്നു മുതൽ നിന്റെ ജീവിതം ഒരു പുതിയ ജീവിതത്തിന് ഉടമയായി മാറുക, പുതിയ സൃഷ്ടിയായി മാറുക. ഈ സത്യവെളിച്ചത്തെ ജീവനോടെ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാട്ടെ. സഹോദരങ്ങളെ, യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി സത്യവും ജീവനുമാകുന്നു. യേശു വീണ്ടും പറഞ്ഞു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടുകൊണ്ട് വാതിൽ തുറന്നു, ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന്. ദേശമേ, ഈ സത്യ വെളിച്ചത്തെ ഈ ജീവനോടെ സമാധാന പ്രഭുവിനെ നിനക്ക് ആവശ്യമുണ്ടോ? ഈ യേശു ക്രിസ്തു പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് തോന്നുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണ് ഭൂമിയിലൊക്കെ ഓടാടി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുമോ? ഈ ജീവന്റെ ഉറവെ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ദൈവം നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ നിമിഷവും എന്റെ മകൻ മടങ്ങി വരും, എന്റെ മോനെ എന്നെ തേടി വരും എന്ന് പറഞ്ഞ് ഈ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ, നിനക്ക് വേണ്ടി നിന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയ ഈ സമാധാനം പ്രഭു നീ മടങ്ങി വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും നിന്റെ ജീവന ദൈവം ചോദിക്കുകയാണ്, നിന്റെ ജീവന ദൈവം നീ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ യേശു ക്രിസ്തു പറയും, പിതാവേ, ഞാൻ ജീവൻ വെടിഞ്ഞത് ഇവനെ രക്ഷിപ്പാനോ? ഞാൻ ജീവൻ വെടിഞ്ഞത് ഇവനെ രക്ഷിപ്പാനോ? എന്റെ ജീവൻ ഞാൻ വെടിഞ്ഞത്, എന്റെ രക്തം ഞാൻ ചിന്തിയത് ഇവനെ രക്ഷിപ്പാനോ? നീ അവന്റെ ജീവൻ എടുക്കല്ലേ? കുറച്ച് ദിവസം നോക്കട്ടെ ദൈവമേ പിതാവേ, അവൻ മാനസാന്തരപ്പെടണം, അവൻ വരും എന്ന് പറഞ്ഞ് ഈ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി, നിന്റെ ജീവന് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് ബൈബിൾ പറയുന്നു. ആകയാൽ ഈ ദിവസങ്ങളിൽ എന്നെ ശ്രമിക്കുന്ന വഴിയാത്രക്കാരെ, കടകപ്പാടങ്ങളിൽ ആയിരിക്കുന്നവരെ, ഓട്ടോ സ്റ്റാൻഡിലായിരിക്കുന്ന സഹോദരങ്ങളെ, ഈ യേശു ക്രിസ്തുവിനെ, നല്ല നാഥനെ, ജീവന്റെ ഉറവയെ, സമാധാന പ്രഭുവിനെ രക്ഷകനായി ദൈവമായി സ്വീകരിച്ച് ദൈവമക്കളായി ജീവിച്ച് വെള്ളത്തിലിറങ്ങി സ്നാനമേറ്റ് യേശു ക്രിസ്തുവിന്റെ നല്ല മക്കളായി ജീവിക്കുക. സ്വർഗത്തിലെ ദൈവം സകലരെ വരാൻ പോകുന്ന ന്യായവിധി നാളിൽ ബൈബിൾ പ്രകാരം പറയുന്നു, ചൂട പോലെ കാത്തുന്നൊരു ദിവസം വരും. അപ്പോൾ സകല ദുഷ്പ്രവർത്തിക്കാരും, സകല അലങ്കാരികളും, സകല ബിംബാരാധികളും, മന്ത്രവാദികളും കാവടിയായി തീരുമെന്ന്. ചൂടപോൽ കത്തുന്ന നാൾ വരുന്നിതാ, ഈ ലോകം കത്തി നശിച്ച് ദൈവത്തിൻ ന്യായവിധി നാളത്, പാപത്തിൻ ശിക്ഷയും നാളത്. ചൂടപോൽ കത്തുന്ന നാൾ വരുന്നിതാ, ഈ ലോകം കത്തി നശിച്ച്. പ്രൈസ് ദി ലോർഡ് സഹോദരങ്ങളെ, ചൂടപോലെ കത്തുന്നൊരു ദിവസം വരാൻ പോകുന്നു. അതാണ് ന്യായവിധി നാൾ. അത് യേശു ക്രിസ്തു വെള്ളസിംഹാസനത്തിൽ ന്യായാധിപനായിട്ടിരിക്കും. അപ്പോൾ ബൈബിൾ പറയുന്നു, ജീവന്റെ പുസ്തകം തുറക്കും, അങ്ങനെ നിന്റെ പേരില്ലെങ്കിൽ നിന്റെ കാര്യം കണ്ടപ്പോകയാണ്. പ്രൈസ് ദി ലോർഡ്. ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരില്ലെങ്കിൽ, സഹോദര സഹോദരിയെ, ഇന്ത്യ രാജ്യത്തിൽ ആധാർ കാർഡിൽ പേര് ചേർക്കുന്നത് ചത്തവന്റെ പേരല്ല, ജീവിച്ചിരിക്കുന്നവന്റെ പേരാ ആധാർ കാർഡിൽ ചേർക്കുന്നത്. ഇതുപോലെ നീ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ, നീ രക്ഷകനായി യേശുവിനെ സ്വീകരിച്ചാൽ മാത്രമേ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതത്തുള്ളൂ. അതിനാലാണ് ദൈവത്തിന്റെ ന്യായവിധി നാളിൽ ജീവന്റെ പുസ്തകം തുറക്കും. എല്ലാവരും അവിടെ ചെല്ലും, അയ്യോ യേശുവേ, ഞാൻ അറിഞ്ഞില്ല, എന്നോട് ആരും പറഞ്ഞില്ല, എന്നെ രക്ഷിക്കണേ. കർത്താവ് പറയും, ശപിക്കപ്പെട്ട അഹങ്കാരികളെ, എന്നെ വിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ അഗ്നിനരകത്തിലേക്ക് പോകുവീനെന്ന് പറയുമ്പോൾ നായകത്തിന്റെ കവാടം തുറക്കും. സകല ദുഷ്പ്രവർത്തിക്കാരും, സകല അഹങ്കാരികളും, സകല മന്ത്രവാദികളും, ബിംബാരാധികളും, തോന്നിയാസന്മാരും ഒക്കെ ഈ നരകത്തിലേക്ക് പോകും. ബൈബിൾ പറയുന്നു, ഈ നരകത്തിലെത്തി പെടുന്നില്ല, കുഴിച്ചാകുന്നില്ല. ഈ നരകത്തിൽ കരച്ചിലും പല്ലുകടിയും നിലവിളിയും ഉയരും. സഹോദരങ്ങളെ,
നിങ്ങൾ വിചാരിക്കും മരിക്കുമ്പോ ആത്മാവല്ലേ പോകൂ, ശരീരം ഇവിടെ കൊടുക്കല്ലേ എന്ന്. സഹോദരങ്ങളെ, ബൈബിൾ പറയുന്നു ന്യായവിധി നാളിൽ സകല മനുഷ്യന്റെ ആത്മാക്കളെ തിരികെ ദൈവം ഭൂമിയിലേക്ക് വിടും, എന്നിട്ട് കൽപ്പിക്കും ഇവിടെ കയറി വരിക. അപ്പോൾ ബൈബിൾ പറയുന്നു ഈ ആകാശം, ആകാശത്തിൽ വെച്ച് മരിച്ചവരെ ആകാശം തിരികെ ഏൽപ്പിച്ചു കൊടുക്കും. ആകാശത്തിൽ വിമാനാപകടങ്ങളിൽ കേട്ട് മരിച്ചവരെ, കത്തിച്ചാപരായി പോയവരെ ആകാശം തിരികെ ഏൽപ്പിക്കും. കൽപ്പന ഉൾപ്പെടുന്ന സകലരെ അവരുടെ ആത്മാക്കളെ തിരികെ ആകാശം ഏൽപ്പിക്കും. ഭൂമി പിടിഞ്ഞവരെ, ഭൂമിയിൽ അടക്കം ചെയ്തവരെ, ഭൂമിക്കുള്ളിൽ പോയവരെ ഭൂമി തിരികെ ഏൽപ്പിക്കും. ശരീരം ഏറ്റുവാങ്ങി ഇതുപോലെ രൂപാന്തരപ്പെട്ട് തീ വിഴിഞ്ഞവരെ, ശരീരം ചുട്ടവരെ ശരീരം തീ തിരികെ ഏൽപ്പിച്ചു കൊടുക്കും. ഇന്നുള്ളതുപോലെ നിങ്ങളുടെ ശരീരം ആത്മാവോട് ഏറ്റുവാങ്ങി ഈ ശരീരത്തോടുകൂടി യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ അയ്യോ, ഈ ശരീരത്തിൽ അല്പം കൈ കൊണ്ടാൽ അടുപ്പിൽ കൈയായി പോയ അയ്യോ പൊള്ളിയേ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് ഓടും. അവിടെ നരകത്തിലെ അല്പം തീ കായുന്ന ചൂടല്ലോ നമ്മുടെ ഭൂമിയെക്കാളും എത്രയോ മടങ്ങ് വലിപ്പമുള്ള വലിയ അഗ്നിഗോളമാ ഈ നരകം. മരിച്ച ശേഷം കർമ്മക്രിയ നടത്തി നിനക്ക് അങ്ങോട്ട് കാണാൻ പറ്റൂല. ജീവിച്ചിരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ നിന്റെ നല്ല നാഥനായി, ജീവന്റെ ഉറവയായി, സമാധാന പ്രഭുവായി ഹൃദയത്തിൽ സ്വീകരിച്ചാട്ടെ. അപ്പനമ്മമാരെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, യൗവനക്കാരന്മാരെ, ഒരു വ്യക്തിക്ക് പോലും മറഞ്ഞിരിക്കാൻ കഴിയില്ല. ബൈബിൾ പ്രകാരം പറയുന്നു ജനങ്ങളും യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ബാലന്മാർ തുടങ്ങി വൃദ്ധന്മാർ വരെ. അതുകൊണ്ട് ആരും മറഞ്ഞിരിക്കാൻ കഴിയില്ല. മറന്നു പോകേണ്ട. സകല വ്യക്തിക്കും, ഈ പ്രസംഗിക്കുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ ന്യായവിധി ഉണ്ട്. മറക്കല്ലേ സഹോദരങ്ങളെ. ആകയാൽ സുവിശേഷം രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവശക്തിയോ, എന്നാൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്തവർക്ക് ന്യായവിധിയോ ഈ യേശുവിന്റെ വചന നിമിത്തം വരുന്നത്. ആകയാൽ സഹോദരങ്ങളെ, അല്പകാലമേ ഈ ഭൂമിയിലുള്ളൂ. യേശുവിന്റെ നല്ല മക്കളായി ജീവിക്കുക, വെള്ളത്തിലിറങ്ങി സ്നാനമേൽക്കുക, ദൈവമക്കളായി ജീവിക്കുക. വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ തിരുവചന ഭാഗങ്ങളെ ഇവിടെ ചുരുക്കുന്നു. ദൈവം ധാന്യമായി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദേശത്തെ എല്ലാ സഹോദരങ്ങളെയും കടകാലങ്ങളിലായിരുന്നവരെയും എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം സമാധാനവും സന്തോഷവും സത്യവെളിച്ചമാകുന്ന യേശുവിന്റെ വെളിച്ചവും എല്ലാം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്തോത്രം. ഒരു പാട്ട് പാടും, കൊച്ചു പാട്ട്. മറ്റേ പാട്ട് പാടും, പ്ലസ് മേമനയുടെ പാട്ട്, കല്യാണത്തിന് മുമ്പ് പാട്ട്. പിന്നെ ഇംഗ്ലീഷ് പാട്ട്. യേശുവേ ആരാധ്യനേ, ക്രിസ്തുവേ ആരാധ്യനേ, കുഞ്ഞാടേ യോഗ്യനേ, ഹല്ലേലൂയ. യേശുവേ ആരാധ്യനേ, ക്രിസ്തുവേ ആരാധ്യനേ, കുഞ്ഞാടേ യോഗ്യനേ, ഹല്ലേലൂയ. ജീവന്റെ വഴിയും സത്യവും യേശു, എനിക്ക് ജീവൻ നൽകിയ ഇടയൻ. ജീവന്റെ വഴിയും സത്യവും യേശു, എനിക്ക് ജീവൻ നൽകിയ ഇടയൻ. എൻ ഹൃദയത്തിൽ സമാധാന പ്രഭുവാൻ വാണിടട്ടെ, എന്നും വാണിടട്ടെ. യേശുവേ ആരാധ്യനേ, ക്രിസ്തുവേ ആരാധ്യനേ, കുഞ്ഞാടേ യോഗ്യനേ, ഹല്ലേലൂയ.
നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, സകല വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും യൗവനക്കാരെയും കൊച്ചു കൂട്ടുകാരെയും ഏവരെയും അപ്പന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ദൈവമേ, സമാധാന സന്തോഷം കൊടുക്കണമേ യേശുപ്പ. അങ്ങനെ നിത്യജീവന്റെ അവകാശികളാക്കി മാറ്റണമേ കർത്താവേ. കടഭാരങ്ങളിലും പ്രയാസങ്ങളിലും അനുഭവിക്കുന്നവരുണ്ടപ്പ, രോഗങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവരുണ്ട് കർത്താവേ. അങ്ങനെ ദിവ്യമാകുന്ന സമാധാനത്താൽ നിറയ്ക്കണമേ. സൗഖ്യദായകന്റെ സമാധാനം സൗഖ്യം ഇവരുടെ മേൽ പകരണമേ കർത്താവേ. അങ്ങനെ വെളിച്ചം ദേശത്ത് കർത്താവേ, ഇരുട്ടിന്റെ ശക്തികളെ തകർത്തെറിഞ്ഞുകൊണ്ട് ജനം വിടുതൽ പ്രാപിക്കുവാൻ ഇടവരുത്തണമേ കർത്താവേ. അങ്ങ് അത്ഭുതമന്ത്രിയായി, വീരനായ ദൈവമായി, നിത്യപിതാവായി, സമാധാന പ്രഭുവായി ഈ ദേശത്ത് വലിയ പ്രവൃത്തി ചെയ്യണം കർത്താവിനെ. വലിയ പ്രവൃത്തി വെളിപ്പെടുത്തണം. പ്രാർത്ഥന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.